ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിർത്തുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? അടുത്തു വന്നിരിക്കുന്നവൻ്റെ മഹത്വം എന്താണ്? എന്തിനാണ് ദൈവം നിങ്ങളുടെ അടുത്ത് വന്നത്? ദൈവം അടുത്തു വന്നത് നിങ്ങളെ നഷ്ടപ്പെട്ട തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുപോകാനാണ്. ദൈവപുത്രനായ യേശു നിങ്ങളുടെ വീട്ടിൽ വന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാനാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവം പരിശുദ്ധനാണ്, സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. പരിശുദ്ധനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം നിലനിർത്താൻ വില കൊടുക്കണം. ഹാനോക്ക് എന്ന മനുഷ്യൻ 300 വർഷക്കാലം ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തു കൊണ്ടുപോയതിനാൽ കാണാതെയായി. ദൈവത്തോട് കൂടെ ഹാനോക്ക് നടന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഒരു മാറ്റം വന്നത്? ഹാനോക്കിനാണ്. ദൈവം നിത്യനാണ്. ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമാണ്. ദൈവം സ്നേഹമാണ്, കരുണ നിറഞ്ഞവനും കൃപ നിറഞ്ഞവനുമാണ്. ഹാനോക്കിന് മാറ്റം വന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവന് മനസ്സിലായി, ദൈവത്തിനല്ല എനിക്കാണ് മാറ്റം വേണ്ടത്. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറായി സാന്നിധ്യം നിലനിർത്തി. അവന് ഒത്തിരി സഞ്ചരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീങ്ങ പോരെ. അവനെ ഇങ്ങോട്ട് പോയി സ്വർഗത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിക്ഷേപം ദൈവ സാന്നിധ്യമാണ്. ഈ ഭൂമിയിലേക്ക് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതിലും ഏറ്റവും വലിയ നിറവ് ദൈവ സാന്നിധ്യമാണ്. യേശു വന്നത് ഇന്ന് എന്തെങ്കിലും തന്ന് തൃപ്തിപ്പെടുത്താനല്ല. യേശു വന്നത് നിത്യതയിൽ കൊണ്ടുപോകാനാണ്, നിത്യജീവൻ തരാനാണ്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത ഒരു ഭവനത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകില്ല. അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ നമുക്ക് ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരിക്കലും അവിടെ ദുഃഖം ഉണ്ടാവില്ല. അവിടെ ഒരു പരാതി, പിണക്കമൊന്നുമില്ല. അവിടെ നിങ്ങളെപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കും. പറഞ്ഞു തീരാത്ത സന്തോഷമാണ് അവിടെ ദൈവം മറച്ചിരിക്കുന്നത്. നിങ്ങളതിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് പകൽ എന്തു വില കൊടുത്തും ദൈവ സാന്നിധ്യത്തെ നിലനിർത്തുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ബലഹീനരായിരിക്കാം, കുറവുള്ളവരായിരിക്കാം. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ കാണുന്നുണ്ട്. എല്ലാവരെയും പോലെ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണമെന്നില്ല. എല്ലാവരും കുറവുള്ളവരാണ്. ദൈവം അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്തു വില കൊടുത്തും സാന്നിധ്യം നിലനിർത്തണം. ദൈവശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാഹളം ധ്വനിക്കുന്ന സമയം വരുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നവർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഒരു മാലാഖയുടെ ചിറക് വെച്ച് നാം പറന്നുയരുന്ന സമയങ്ങൾ അതിവിദൂരമല്ല. അതുകൊണ്ട് വിലയുള്ളതെന്തെന്നറിഞ്ഞ് വില കൊടുത്ത് അതിനെ കാത്തു സൂക്ഷിക്കുക. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.